morning, guys. Welcome to the last episode of our Dubai series. ഈ പട്ടിഷയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ നമ്മുടെ പ്ലാൻ എന്തായിരുന്നെന്ന്. റോക്ക് ദുബായിക്ക് വന്നതിന് 2 കാരണങ്ങളാണെന്ന് പറയുന്ന പോലെ തന്നെ അഞ്ജലി ദുബായിക്ക് വന്നതിന് 2ാമത്തെ കാരണമാണ് ഡെസേർട്ട് സഫാരി. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ളി ഡെസേർട്ടിൽ പൂണ്ട് വിളയാടാൻ പോവാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോഴത്തേക്കും ചുട്ട പപ്പടത്തിന്റെ അവസ്ഥയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാലും വൈബാണല്ലോ സാറേ മെയിൻ. ഡെസേർട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. രാജസ്ഥാനിൽ പോയി നമ്മുടെ ജയ്സൽമറിൽ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല. അവസാനം ദൈവം എന്നെ എത്തിച്ചത് ഈ അറേബ്യൻ ഡെസേർട്ടിലാണ്. ഓടി കൊരങ്ങനെ കൈ പൂമാല കിട്ടിയ പോലെ നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ക്യാമൽ റൈഡിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു സ്പേസിൽ ക്യാമലിന്റെ മുകളിൽ ഇരുന്ന് പോയി. അത് തന്നെ ധാരാളം. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ടും കുതിരയെക്കാട്ടി നല്ല പൊക്കം ഫീൽ ചെയ്തുകൊണ്ടും വീഴുന്നതിനെ കുറിച്ച് കുറച്ച് ഓവർ തിങ്ക് ചെയ്തതിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില്ല, അത് കട്ട് ചെയ്തോളൂ. ഓ, നമ്മളെല്ലാരും ഉണ്ട് ഭാഗ്യം. അത് ഒരു വലിയ വിളിക്കുവാണല്ലോടാ. ലൈറ്റ് ഒന്ന് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺസെറ്റ് ടൈമാണ്. നമുക്ക് ഓരോരുത്തർക്കും ടേബിൾസ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പോയിരുന്ന് നമ്മുടെ ബെല്ലി ഡാൻസ് ഒക്കെ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള സാധനം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന ഫുഡും പിന്നെ ഈ മൈലാഞ്ചി ഇടല് ഇതാണ് കേട്ടോ ഫ്രീ ആയിട്ട് പാക്കേജിൻ്റെ അടിയിൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഹുക്ക അങ്ങനെ തന്നെയാണ് ഇതിനെ വിളിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നതായിരുന്നു. ആരും എന്നെ പൊങ്കാല ഇടാൻ വരണ്ട. ഇതിനകത്ത് ഒരു അഡിക്റ്റീവ്സും ഇല്ല. നോർമലായിട്ടുള്ള ബേസിക് സാധനമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുക. ഇനി എക്സ്ട്രാ നമുക്ക് മത്ത് പിടിപ്പിക്കുന്ന എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യും. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടുള്ളവർ എന്തോരം പാട് കിട്ടുന്നറിയോ. കുറേ അപമാനം കേട്ട് കേട്ട് അവസാനം ഞാനൊരു പ്രോ ആയി ഗായ്സ്. എത്ര പ്രയാസപ്പെട്ടോ വാ തുറന്നിട്ട് പെതി അങ്ങ് വിട്ടാൽ മതി. വാ തുറക്കുക. എനിക്കത് ഫീൽ ചെയ്യുമല്ലോ ഇത് കിടന്ന് കൊടുക്കുന്ന ഞാൻ. എന്നിട്ട് പുറത്തോട്ട് മാത്രം വാ മാത്രം തുറന്ന പായ്ക തുറക്കും. പുക വിടുന്നു. സെറ്റ് മോനെ സെറ്റ്.
അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചതുകൊണ്ട് നമ്മൾ തിരക്കുകയാണ് കേട്ടോ. സമയം 11 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് ടു ഏർലി ടു ഗോ ഹോം എന്നൊരു ഫീലിംഗ് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് തെണ്ടിത്തിരിഞ്ഞ് നടക്കാമെന്നൊരു പ്ലാനിലാണ്. ഒഴുകി ഒഴുകി ഞങ്ങൾ വന്ന് അടിഞ്ഞത് ഷാർജയുടെ തീരങ്ങളിലായിരുന്നു. നീണ്ട മണിക്കൂറത്തെ ഡിസ്കഷൻ വന്നെത്തിച്ചത് പടത്തിന് പോകാന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോൾ അവിടെ ഓടുന്ന പടം ബ്രഹ്മയുഗമായിരുന്നു. എന്നാൽ പിന്നെ ഈ ഹൈ എനർജി ഒന്ന് നോർമലൈസ്ഡ് ആക്കാൻ അവിടെ പോയി കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ ലൈറ്റ് ഷോ ഒന്നും പോരാഞ്ഞിട്ട് ഞാനും ഐഷും കൂടെ കുറച്ച് ഷോ ഇറക്കാമെന്ന് വിചാരിച്ചു. ഒരു അടിപൊളി പാട്ടിൻ്റെ റീൽ ഡാൻസ് ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടാണ് കേട്ടോ. കുറേ നേരമായിട്ട് മാരക പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. അവസാനം എന്തിനോ വേണ്ടി തിളപ്പിച്ച സാമ്പാർ എന്നപോലെ ഒന്നും നടന്നില്ല. കുറേ വട്ടം സാമ്പിൾ പ്രാക്ടീസ് നടത്തിയെങ്കിലും നമ്മൾ നല്ലൊരു ലൊക്കേഷൻ നോക്കിയിരുന്ന അവസാനം പടത്തിന് സമയമായി ഗൈസ്. അങ്ങനെ ഈ പ്ലാന് നമ്മൾ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പടം പോയെന്ന് കണ്ടു. രാവിലെ 3:19 ഇരുന്ന് ആപ്പിൾ എന്നിട്ട് ഒരു മനുഷ്യനൊരു ഇച്ചിരി ചോദിച്ചിട്ട് തരാതെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ഒരു UK-കാരി ചെറ്റ നേഴ്സിനെ കാണണമെങ്കിൽ നിങ്ങൾ കണ്ടുകൊള്ളുക സുഹൃത്തുക്കളെ. ഇന്നലെ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് രാവിലെ എണ്ണിക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ വേഗം റെഡി ആയിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. നമ്മുടെ +2 കൂട്ടത്തിനുള്ള ഒരാളൂടെ ഉണ്ടായിരുന്നു ബാസത് ഇവിടെ. അപ്പോൾ അവനെയും കൂടെ മീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഇച്ചിരി വിഷമത്തോടു കൂടിയാണെങ്കിൽ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ 1 വീക്കിലെ ദുബായ് ട്രിപ്പ് അങ്ങോട്ട് അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ ഇസ്താംബുളിലേക്കാണ് പോകുന്നത്. വന്ന വഴി തന്നെ അവിടുന്ന് നമുക്ക് ലണ്ടനിലേക്ക് ഫ്ലൈറ്റാണ്. ഇനി UK പോയി ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പോൾ അടുത്തൊരു സീരീസായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ പറയാൻ ഞാൻ എപ്പോഴേ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നാൽ പിന്നെ എന്തിനാ നോക്കിയിരിക്കണേ? സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കോ.